യുഎസിലെ ഇന്ത്യക്കാരെ വിമർശിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ റെഡിറ്റിൽ പങ്കുവച്ച ഒരു പോസ്റ്റ് വൈറലാകുകയാണ്. യുഎസിലെ ഇന്ത്യക്കാരെക്കുറിച്ചുള്ള നഗ്നമായ സത്യം എന്ന തലക്കെട്ടോടു കൂടിയ പോസ്റ്റാണ് റെഡിറ്റിൽ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. യുഎസിൽ താമസിക്കുന്ന ഇന്ത്യക്കാരെ പോസ്റ്റിൽ രൂക്ഷമായി വിമർശിക്കുന്നു. ഇന്ത്യക്കാർ സ്വന്തം സമൂഹത്തെ പരിഹസിക്കുന്നു, സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്നു, അംഗീകാരം നേടാൻ വേണ്ടി മറ്റ് ഇന്ത്യക്കാരെ താഴ്ത്തിക്കെട്ടുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. പോസ്റ്റ് റെഡിറ്റിൽ വലിയ ശ്രദ്ധ നേടിയിട്ടുണ്ട്. ചിലർ ഇതിനെ പിന്തുണച്ചും മറ്റു ചിലർ വിമർശിച്ചും രംഗത്തെത്തിയിട്ടുണ്ട്. പോസ്റ്റ് ഇങ്ങനെയാണ്: അമേരിക്കയിലുള്ള പല ഇന്ത്യക്കാർക്കും ഒരു പ്രത്യേക അവകാശബോധമുണ്ട്. അവർക്കെന്തോ കൊടുക്കാനുണ്ടെന്ന മട്ടിലാണ് പെരുമാറ്റം. സ്വകാര്യതയെക്കുറിച്ച് പറയേണ്ടതില്ല. ഇന്ത്യക്കാർ തമ്മിൽ കണ്ടുമുട്ടിയാൽ ചോദ്യം ചെയ്യൽ തുടങ്ങും. നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ, കുടുംബം, ജോലി, വരുമാനം, ബന്ധങ്ങൾ, വിദ്യാഭ്യാസം എന്നിവയെല്ലാം ചോദിച്ചറിയാൻ ശ്രമിക്കും. ഇത് വെറും ആകാംക്ഷയല്ല, സ്വന്തം നേട്ടത്തിന് വേണ്ടിയോ ഗോസിപ്പിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുഴപ്പത്തിലാക്കാൻ വേണ്ടിയോ ഉള്ള വിവരശേഖരണമാണ്. കൂട്ടായ ചർച്ചകളിൽ ചില ഇന്ത്യൻ പുരുഷന്മാർക്ക് ഒരു പ്രത്യേക മേധാവിത്വ മനോഭാവം ഉണ്ടാകാറുണ്ട്. ഇത് ആളുകളെ തന്നെ താഴ്ത്തിക്കെട്ടിയാണ് ഇവർ സ്വയം വലുതാകാൻ ശ്രമിക്കുന്നത്. മറ്റ് ഇന്ത്യക്കാരെ മോശമായി ചിത്രീകരിച്ച് തങ്ങൾ കൂടുതൽ പരിഷ്കൃതരും കൂളുമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. ഇത് ദയനീയമാണ്, വിനാശകരവുമാണ്. ഇന്ത്യക്കാരെ വിമർശിക്കുന്ന പോസ്റ്റ് പലരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ചിലർ ഇതിനോട് യോജിക്കുന്നു, എന്നാൽ മറ്റ് ചിലർ ഇതിനെ വിമർശിക്കുന്നു. നിങ്ങൾ തെറ്റായ ആളുകളുമായാണ് സഹവസിക്കുന്നതെന്നാണ് പോസ്റ്റിന് താഴെ ഒരാൾ കുറിച്ച പ്രതികരണം. ഇന്ത്യൻ പുരുഷന്മാർ ഇന്ത്യയിലും ഇത് ചെയ്യാറുണ്ട്. കുറച്ച് ആൺസുഹൃത്തുക്കളും പെൺസുഹൃത്തുക്കളും ഒരുമിച്ചുണ്ടെങ്കിൽ പെൺകുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി അവർ പരസ്പരം താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുമെന്ന് മറ്റൊരാൾ എഴുതി. നിങ്ങളുമായി യോജിക്കുന്നുവെന്നാണ് മറ്റൊരാളുടെ പ്രതികരണം. ഞാനിത് പലതവണ കണ്ടിട്ടുണ്ട്. ഞാനൊരു അമേരിക്കൻ സ്ത്രീയുമായി പ്രണയത്തിലായിരുന്നു. അവർക്ക് എന്നേക്കാൾ പ്രായം കൂടുതലായിരുന്നു. ഇന്ത്യൻ പുരുഷന്മാർ എന്നെ തുറച്ചു നോക്കുകയും കുറ്റം പറയുകയും ചെയ്തു. ഇത് ഞാൻ പ്രതീക്ഷിച്ചതാണ്, പക്ഷേ അത് നമ്മളുടെ സ്വന്തം ആളുകളിൽ നിന്ന് തന്നെ ഉണ്ടായി. ചിലർ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞുവെന്ന് മറ്റൊരാൾ പങ്കുവച്ചു. വ്യക്തികളെ വ്യക്തികളായി കാണാൻ പഠിക്കണം. കൂട്ടം കൂടിയുള്ള ഈ സ്വഭാവം നിർത്തണമെന്നാണ് ഒരാളുടെ അഭിപ്രായം. നിങ്ങളുടെ സുഹൃത്തുക്കളെ മാറ്റാൻ ശ്രമിക്കുമെന്ന ഉപദേശവുമായി മറ്റൊരാൾ പോസ്റ്റിന് താഴെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം കാനഡയിലെ ഇന്ത്യക്കാരെ പ്രശംസിച്ച് ഒരു റെഡിറ്റ് യൂസർ പങ്കുവച്ച പോസ്റ്റും അടുത്തിടെ ശ്രദ്ധ നേടിയിരുന്നു. ആ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: കാനഡയിലെ ഇന്ത്യക്കാരോട് വലിയ ബഹുമാനമുണ്ട്. ഏകദേശം ഒരു ദശാബ്ദത്തിന് ശേഷം കഴിഞ്ഞ 2 ആഴ്ചയായി ഞാൻ ടൊറൻഡോയിലായിരുന്നു. കനേഡിയൻ സമ്പദ് വ്യവസ്ഥയെ ഇന്ത്യക്കാർ അക്ഷരാർത്ഥത്തിൽ നിലനിർത്തുന്നു. മക്ഡൊണാൾഡ്സ് മുതൽ വാൾമാർട്ട് വരെയുള്ള എല്ലാ ബിസിനസ്സുകളിലും ഇന്ത്യക്കാരുണ്ട്. ഞാൻ കണ്ട ഏറ്റവും സൗമ്യവും കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളാണവർ. പോസ്റ്റിൽ ഇന്ത്യക്കാരുടെ കഠിനാധ്വാനത്തെ പ്രശംസിക്കുമ്പോൾ അമേരിക്കയിലെ സ്ഥിതി മോശമാണെന്നും അവിടെയുള്ള ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഒരു ജോലിയും ചെയ്യാൻ താല്പര്യമില്ലെന്നും വിമർശിക്കുന്നുണ്ട്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.